കോഴിക്കോട് ബാലുശ്ശേരിയിൽ പെട്രോൾ അടിച്ച് പണം ചോദിച്ചതിന് പെട്രോൾ പമ്പ് ജീവനക്കാരന് നേരെ മർദ്ദനം. അടിവാരം സ്വദേശി ടിറ്റോ തോമസിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? മർദ്ദിച്ച പ്രതികളെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? അരുണിമ, ഈ ഒരു സംഭവം, അതായത് നമ്മളിപ്പോ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മർദ്ദനം ഇന്നലെ പുലർച്ചെ 1:10 ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപ്, അതായത് ഞായറാഴ്ചയാണ് ഈ പെട്രോൾ അടിക്കാൻ വന്ന ഏകദേശം 3 യുവാക്കൾ ഒരു ബൈക്കിൽ എത്തുകയും അതിൽ 2 പേര് ബൈക്കിൽ, അതായത് ഈ പെട്രോൾ പമ്പിലേക്ക് പ്രവേശിക്കാതെ പെട്രോൾ പമ്പിന്റെ പുറത്ത് നിന്നതിന് ശേഷം മറ്റൊരാളെ പെട്രോൾ പമ്പിനകത്തേക്ക് കയറ്റി വിടുകയും ഇയാളുടെ പക്കൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഈ കുപ്പിയിലാണ് ഇയാൾ പെട്രോൾ വാങ്ങിയത്. തുടർന്ന് സുഹൃത്തിന്റെ പക്കൽ നിന്നും പണം വാങ്ങിയ ശേഷം തിരികെ വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലൊരു യുവാവ് അതായത് ഈ ബൈക്കിനടുത്തേക്ക് അടുക്കുന്നതും പിന്നീട് ഈ ബൈക്കിൽ കടന്നു കളയുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്നലെ വീണ്ടും ഈ 3 യുവാക്കൾ ഈ ഒരു പെട്രോൾ പമ്പിലേക്ക് എത്തുകയും പെട്രോൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ഈ ഒരു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പെട്രോൾ പമ്പ് ജീവനക്കാരൻ കഴിഞ്ഞ ദിവസത്തെ പണം ആവശ്യപ്പെടുകയും ഗൂഗിൾ പേ വഴി ഈ ഒരു പണം അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ യുവാവാണ് ഇതിലുണ്ടായിരുന്ന പെട്രോൾ പമ്പ് ജീവനക്കാരനെ മർദ്ദിക്കുന്നത്. നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. ആദ്യം യുവാവ് മർദ്ദിക്കുകയും പിന്നീട് കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേര് ഈ പെട്രോൾ പമ്പ് ജീവനക്കാരനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അടിവാരം സ്വദേശി ടിറ്റോ തോമസിനാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. അതോടൊപ്പം തന്നെ ഈ ടിറ്റോ തോമസിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച മറ്റൊരു ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പെട്രോൾ പമ്പ് അതായത് അധികൃതർ ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മർദ്ദിച്ച 3 യുവാക്കൾ ആരാണ് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. കൂടാതെ ഇവർ പരാതി നൽകിയിട്ടില്ല. നിലവിൽ ഈ ഒരു സമയത്തുണ്ടായിരുന്ന, അതായത് മർദ്ദനമേറ്റ ജീവനക്കാരനോട് തൽക്കാലത്തേക്ക് അവധിയിൽ പ്രവേശിക്കാനാണ് പെട്രോൾ പമ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിൽ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരനോട് ഇതുപോലെ അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരന് നേരെ ഭീഷണി മുഴക്കിയാണ് ഈ 3 യുവാക്കളും പോയത്. അതായത് തങ്ങൾ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്, അതുകൊണ്ട് ജീവനോടെ വിടില്ല എന്ന് ഭീഷണി മുഴക്കിയാണ് ഈ 3 യുവാക്കളും സ്ഥലത്ത് നിന്നും മാറിയത്. അതുകൊണ്ട് തന്നെയാണ് പെട്രോൾ പമ്പ് അധികൃതർ പറഞ്ഞത് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പെട്രോൾ പമ്പ് അധികൃതരോ അല്ലെങ്കിൽ ഈ ഒരു മർദ്ദനമേറ്റ 2 ജീവനക്കാരോ നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അരുണിമ. ശരി, വ്യക്തമാണ് അഭിന.